സോ ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അനലിറ്റിക് ജോമെട്രി എന്ന് പറയുന്ന ഏരിയ ആയിരുന്നു. ഇനിയുള്ളത് എക്സ്ട്രീം വാല്യൂ ഫങ്ഷൻസ് ആണ്. ഇതിൽ ആദ്യം വരുന്ന ഒരു ഡെഫിനിഷനാണ് അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് മാക്സിമത്തിന്റെ എന്താണ് അബ്സല്യൂട്ട് മാക്സിമം എന്നുള്ളതാണ്. ഒരു ഫംഗ്ഷൻ ഉണ്ട്, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. എഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗ്ഷൻ ആണ്. അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഡി എന്ന് പറയുന്ന ഒരു ഡൊമൈനിലാണ്. അത് ഒരു പക്ഷേ ഒരു 2D ആണെങ്കിൽ ഒരു ഇതായിരിക്കാം, ചിലപ്പോൾ റിയൽ നമ്പർ ആണെങ്കിൽ വെറും ആറാണ് നമ്മുടെ ഡൊമൈൻ എന്നുണ്ടെങ്കിൽ ആറിലെ ചിലപ്പോൾ ഒരു ഇന്റർവെൽ ആവാം, 1 2 എന്നുള്ള ഇന്റർവെൽ ആവാം, അത് ക്ലോസ്ഡ് ആവാം, ഓപ്പൺ ആവാം. ഒരു ഡൊമൈൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഡി എന്ന് പറയുന്ന ഡൊമൈനിലാണ്. ഇനി അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്താണുള്ളത്? ഒരു ഡൊമൈൻ ഡി ഉണ്ട്, ആ ഡൊമൈനിൽ ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ്. എഫിന് എപ്പോഴാണ് ഒരു അബ്സല്യൂട്ട് മാക്സിമം എന്ന് ഒരു വാല്യൂ, ഒരു അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഈ ഡിയിൽ ഉണ്ട് എന്ന് പറയുന്നത് എപ്പോഴാണ്? എഫ് ഹാസ് ആൻ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഓൺ ഡി അറ്റ് എ പോയിന്റ് സി. ഈ ഡിയിലുള്ള ഒരു പോയിന്റ് ആണ് സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഡിയിലുള്ള സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ എഫിന് ഒരു അബ്സല്യൂട്ട് മാക്സിമം ഉണ്ട്, ഈ ഒരു ഡൊമൈനിൽ ഉണ്ട് എന്ന് പറയണമെങ്കിൽ എന്താ കണ്ടീഷൻ? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ഡി എന്ന് പറയുന്ന ഡൊമൈൻ കൺസിഡർ ചെയ്യാം. ഈ ഡി എന്ന് പറയുന്ന ഡൊമൈനിൽ സപ്പോസ് 1 to 2 ക്ലോസ്ഡ് ഇന്റർവെൽ 1 to 2 എന്നുള്ളതാണ് നമ്മുടെ ഡൊമൈൻ ഡി. അപ്പൊ ഈ ക്ലോസ്ഡ് ഇന്റർവെൽ 1 to 2 ഇൻഫിനിറ്റ്ലി മെനി നമ്പേഴ്സ് ഉണ്ട് അല്ലെ. ഇതിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അപ്പൊ ഈ ക്ലോസ്ഡ് ഇന്റർവെല്ലിലെ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫംഗ്ഷൻ വാല്യൂ ഉണ്ടാവും അല്ലെ. ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ഫംഗ്ഷൻ വാല്യൂ ഉണ്ടാവും, ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ഫംഗ്ഷൻ വാല്യൂ ഉണ്ടാവും. ഈ ഒരു ഇന്റർവെല്ലിലെ ഏതൊരു പോയിന്റ് എടുക്കുകയാണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ വാല്യൂ കിട്ടും. അപ്പൊ ഈ ഒരു ഇന്റർവെല്ലിലെ എല്ലാ എക്സുകളും എടുക്കുക. ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും ഏത് ഫംഗ്ഷൻ വാല്യൂ ആണ് വലുത്? എഫ് ഓഫ് സി. അതായത് ഈ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വാല്യൂ ഉണ്ടാവും അല്ലെ. സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വാല്യൂ ഉണ്ടാവും. ഈ ഫംഗ്ഷൻ വാല്യൂ ആണ് ഏതിനെക്കാളും, ബാക്കി എല്ലാത്തിനേക്കാളും വലുത്. അതായത് ഇങ്ങനെയുള്ള ഒരു ഡൊമൈൻ ഉണ്ട്, ഒരു ക്ലോസ്ഡ് ഇന്റർവെൽ 1 to 2 എന്ന് പറയുന്ന ഡൊമൈനിൽ ഇതിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇവിടെ ഒരു സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, സി. അപ്പൊ ഈ സി എന്ന് പറയുന്ന പോയിന്റിലാണ് എന്ത്? ഈ ഫംഗ്ഷൻ വാല്യൂ ഏറ്റവും മാക്സിമം. ഇതിലുള്ള വേറെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും, ഈ ഒരു ഇന്റർവെല്ലിലുള്ള ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും ഈ സിനെക്കാട്ടിലും കുറവാണ് ഫംഗ്ഷൻ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ എന്തുണ്ട്? ഒരു അബ്സല്യൂട്ട് മാക്സിമം ഉണ്ട്. ഏത് ഫംഗ്ഷന്? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്. അതുപോലെ തന്നെ അബ്സല്യൂട്ട് മിനിമം എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഈ ഒരു ഇന്റർവെല്ലിലെ ഒരു പോയിന്റിൽ, സി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഒരു അബ്സല്യൂട്ട് മിനിമം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ മീനിങ് വരിക? ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്നൊക്കെ. സി എന്ന് പറയുന്ന പോയിന്റിൽ അബ്സല്യൂട്ട് മിനിമം എന്ന് പറഞ്ഞാൽ എന്താ? ഈ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവും, എഫ് ഓഫ് സി. അതിനാണ് നമ്മൾ എഫ് ഓഫ് സി എന്ന് പറയുന്നത്. സി കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു വാല്യൂ ഉണ്ടാവും, എഫ് ഓഫ് സി. ആ എഫ് ഓഫ് സി എന്തിനെക്കാട്ടിലും ചെറുതാണ്? വേറുള്ള എല്ലാ ഫംഗ്ഷൻ വാല്യൂസിനെക്കാട്ടിലും അത് ചെറുതാണ്. അതിനെക്കാട്ടിലും ചെറിയൊരു ഫംഗ്ഷൻ വാല്യൂ എന്ത് കിട്ടൂല? ആ ഒരു ഇന്റർവെല്ലിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അങ്ങനെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അബ്സല്യൂട്ട് മിനിമം എന്ന് പറയും. അപ്പൊ എന്തൊക്കെ കൺസെപ്റ്റ് പഠിച്ച? അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും. അപ്പൊ ഒരു ഫംഗ്ഷന് സി എന്ന് പറയുന്ന പോയിന്റിൽ അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഡി. അതുപോലെ തന്നെ അതേ ഫംഗ്ഷന് ഒരു സി എന്ന് പറയുന്ന പോയിന്റിൽ അബ്സല്യൂട്ട് മിനിമം ആണെന്ന് പറയുകയാണെങ്കിലോ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഡി. അപ്പൊ ഇത് രണ്ടുമാണ് അബ്സല്യൂട്ട് മാക്സിമത്തിന്റെയും അബ്സല്യൂട്ട് മിനിമത്തിന്റെയും ഡെഫിനിഷൻ. ഇനി ഈ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ആർ കോൾഡ് എക്സ്ട്രീം വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് എഫ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ മാക്സിമം മിനിമം വരുന്ന വാല്യൂസിനെയാണ് എന്ത് പറയാ? എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ അബ്സല്യൂട്ട് മാക്സിമ ഓർ മിനിമ ആർ റെഫർഡ് ആസ് ഗ്ലോബൽ മാക്സിമ ഓർ മിനിമ. അപ്പൊ ഒരു മാക്സിമം എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ മാക്സിമം വരുന്ന ഒരു ഫംഗ്ഷൻ അതൊക്കെ എക്സ്ട്രീം വാല്യൂസ് ആണ്. ഇനി ഗ്ലോബൽ മാക്സിമ എന്ന് പറഞ്ഞ മിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സല്യൂട്ട് മാക്സിമത്തിനും അബ്സല്യൂട്ട് മിനിമത്തിനും പറയുന്ന വേറൊരു പേരാണ് എന്ത്? ഗ്ലോബൽ മാക്സിമ ഓർ ഗ്ലോബൽ മിനിമ എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. ഈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് എവിടെയാണ്? ഡൊമൈൻ ഏതാണ്? -π/2 to π/2.
മൈനസ് പൈ ബൈ ടുവിന്റെയും പൈ ബൈ ടുവിന്റെയും ഇടക്കുള്ള എഫ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. ഇവിടെ ഏതാ അബ്സല്യൂട്ട് മാക്സിമം ഏതാ വരുന്നത് അല്ലെ? 0 എന്ന് പറയുന്ന പോയിന്റിലാണ് അബ്സല്യൂട്ട് മാക്സിമം വരുന്നത്. ഏതാണ് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ? 1 അല്ലെ? കോസ് എക്സിന് 1 എന്ന് പറയുന്ന വാല്യൂ ആണ് അബ്സല്യൂട്ട് മാക്സിമം വരുന്നത്. അബ്സല്യൂട്ട് മിനിമം എവിടെയാണ് വരുന്നത്? 0 എന്ന് പറയുന്ന വാല്യൂലാണ് അല്ലെ? അബ്സല്യൂട്ട് മിനിമം എന്താണ്? 0 പക്ഷെ എവിടേക്ക് ഒക്കെ വരുന്നുണ്ട്? മൈനസ് പൈ ബൈ ടുവിലും കോസിന്റെ വാല്യൂ 0 എടുക്കുന്നുണ്ട്, പൈ ബൈ ടുവിലും കോസിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പൊ അബ്സല്യൂട്ട് മിനിമം 2 പ്രാവശ്യം 2 പോയിന്റുകളിൽ ഒക്കർ ചെയ്യുന്നുണ്ട്. അബ്സല്യൂട്ട് മാക്സിമം ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഏത് ഫംഗ്ഷനിൽ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ഏതാണ് ഡൊമൈൻ? ഇമ്പോർട്ടന്റ് ആണ്. ഡൊമൈൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്. ഇനി ഇതേ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്ന ഡൊമൈൻ ഓപ്പൺ ഇന്റർവെൽ പൈ ബൈ മൈനസ് പൈ ബൈ ടു എന്ന് കൺസിഡർ ചെയ്യാം. ഓപ്പൺ ഇന്റർവെൽ. അപ്പൊ എന്താ സംഭവിക്കുക? ഈ 2 പോയിന്റ് എവിടെ ഉണ്ടാവില്ല? ഈ ഒരു ഗ്രാഫിൽ ഉണ്ടാവില്ല. ഈ 0 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഉണ്ടാവില്ല, ഈ പോയിന്റ് ഉണ്ടാവില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ഇതിന്റെ ഡൊമൈൻ മാറിക്കഴിഞ്ഞാൽ ഇതിനെന്തുണ്ടാവും? അപ്പോഴും അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടാവും. അത് എത്രയാ? 1 ആണ്. എവിടെ അക്കർ ചെയ്യുന്നത്? 0-ല്. പക്ഷെ അബ്സല്യൂട്ട് മിനിമം ഉണ്ടാവോ? മിനിമം ഉണ്ടാവില്ല. കാരണം എന്താ? അത് ഡൊമൈനിലില്ലാത്ത ഒരു സാധനത്തിന് മിനിമം ഉണ്ടാവില്ലല്ലോ. ഇത് ഡൊമൈനിന്റെ പുറത്തുള്ള വാല്യൂസ് ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ ആണ് ചെയ്തത്. ഇതേപോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ഇതേപോലെ തന്നെ മൈനസ് പൈ ബൈ ടു മൈനസ് പൈ ബൈ ടു സൈനിന്റെ ഗ്രാഫ് എങ്ങനെയാ വരിക? ഇതുപോലെ വരും. ഇനി ഇതിന്റെ മാക്സിമം വാല്യൂ എവിടെയാണ് വരുന്നത് അല്ലെ? ഈ ഒരു പൈ ബൈ ടു എന്ന് പറയുന്ന പോയിന്റിലാണ് മാക്സിമം വരുന്നത്. എത്ര മാക്സിമം വാല്യൂ? 1. സൈൻ പൈ ബൈ ടു ഈക്വൽ ടു 1. മിനിമം വാല്യൂ എവിടെയാണ് വരുന്നത്? മൈനസ് പൈ ബൈ ടു. എത്രയാണ് മിനിമം വാല്യൂ വരുന്നത്? -1. അപ്പൊ ഈ ഒരു ഗ്രാഫിന് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് മൈനസ് പൈ ബൈ ടു ക്ലോസ്ഡ് ഇന്റർവെൽ മൈനസ് പൈ ബൈ ടു എന്ന് പറയുന്ന ഡൊമൈനില് ഒരു അബ്സല്യൂട്ട് മാക്സിമം ഉണ്ട്, ഒരു അബ്സല്യൂട്ട് മിനിമം ഉണ്ട്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി ഒരു എക്സാമ്പിൾ കൂടെ കൺസിഡർ ചെയ്ത് നോക്കൂ. y ഈക്വൽ ടു എക്സ് സ്ക്വയർ. എന്താണ് ഗ്രാഫ്? y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഗ്രാഫ്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഗ്രാഫില് ഇനി ഇതിന്റെ ഡൊമൈൻ പല ഡൊമൈനുകൾ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഡൊമൈൻ കൺസിഡർ ചെയ്യാം. അപ്പൊ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള കംപ്ലീറ്റ് ഡൊമൈൻ. അവിടെ y ഈക്വൽ ടു എക്സ് സ്ക്വയറിന് അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ഇതിന് മാക്സിമം എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അബ്സല്യൂട്ട് മിനിമം ഉണ്ടോ? ഉണ്ട്. ഒരൊറ്റ മിനിമം ആണുള്ളത് അല്ലെ? മൈനസ് ഇൻഫിനിറ്റിയിൽ ഈ ഒരു മിനിമം ഉള്ളു. എവിടെയാണ്? എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സ്ഥലത്ത് 0 തന്നെയാണ് അല്ലെ? ഫംഗ്ഷൻ വാല്യൂ എന്താണ്? 0. അപ്പൊ അബ്സല്യൂട്ട് മിനിമം എന്താണ്? 0 ആണ്. ഏത് പോയിന്റിലാണ് 0 ഒക്കർ ചെയ്യുന്നത്? എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ്. ഇനി 0-2 എന്ന് പറയുന്ന ഇന്റർവെൽ കൺസിഡർ ചെയ്യാം. 0-2 എന്ന് പറയുന്ന ഇന്റർവെൽ കൺസിഡർ ചെയ്യാം. അതായത് ഇന്റർവെൽ ക്ലോസ്ഡ് ഇന്റർവെൽ 0-2, അതായത് 0 ഉൾപ്പെടെ ക്ലോസ്ഡ് ഇന്റർവെൽ 0-2 എന്ന് പറയുന്ന ഡൊമൈൻ കൺസിഡർ ചെയ്യാം. ഈ ഡൊമൈനിൽ ഇതിനൊരു അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടോ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന് മാക്സിമം എപ്പോഴാണ് ഒക്കർ ചെയ്യുക? എക്സ് ഈക്വൽ ടു 2 ആകുമ്പോൾ എന്ത് വരും? 4 എന്നുള്ളതാണ് മാക്സിമം വാല്യൂ വരിക. മിനിമം എവിടെ ഒക്കർ ചെയ്യുക? എക്സ് ഈക്വൽ ടു 0-ല് 0 എന്ന് പറയുന്നത്. അപ്പം 0 ഇൻഫിനിറ്റിയിൽ അബ്സല്യൂട്ട് മാക്സിമം 4 ആണ്. അത് ഒക്കർ ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റിലാണ്. അബ്സല്യൂട്ട് മിനിമം 0 ആണ്. അത് ഒക്കർ ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിലാണ്. ഇനി അടുത്ത ഇന്റർവെൽ കൺസിഡർ ചെയ്യാം. ഏതാണ്? ഓപ്പൺ 0 ക്ലോസ്ഡ് 2. അതായത് ഏതാണ് ഇന്റർവെല്? ഓപ്പൺ 0 ക്ലോസ്ഡ് 2. അതായത് 0 ഇൻക്ലൂഡഡ് അല്ല. 0ന്റെ തൊട്ടടുത്ത് മുതൽ 2 വരെ ക്ലോസ്ഡ് 2 ആയിട്ടുള്ള. ഇവിടെ എന്താ മാക്സിമം വരിക? വീണ്ടും മാക്സിമം ഒക്കർ ചെയ്യുന്നത് 2 എന്ന് പറയുന്ന പോയിന്റിലാണ്. എത്രയാണ് ഫംഗ്ഷൻ വാല്യൂ വരിക? 4 ഫംഗ്ഷൻ വാല്യൂ ആയിട്ട് വരും. മിനിമം ഒക്കർ ചെയ്യുന്നതോ ഏത് പോയിന്റിലാണ് പറയാൻ പറ്റൂ? 0ന്റെ തൊട്ടടുത്തുള്ള പോയിന്റ് ഏതാ? 0 ഇൻക്ലൂഡഡ് അല്ല. അതിന്റെ തൊട്ടടുത്തുള്ള പോയിന്റ് എന്താണ്? നമുക്കറിയില്ല. അപ്പൊ എന്താണ്? അബ്സല്യൂട്ട് മിനിമം നമുക്ക് പറയാൻ കഴിയില്ല. നോ അബ്സല്യൂട്ട് മിനിമം. അബ്സല്യൂട്ട് മാക്സിമം എത്രയാണ്? 4 ആണ്. അത് ഒക്കർ ചെയ്യുന്നത് എവിടെയാണ്? എക്സ് ഈക്വൽ ടു 2 എന്നുള്ളതാണ്. ഇത് ഏത് കേസാണ്? ഓപ്പൺ 0 ക്ലോസ്ഡ് 2 എന്ന് പറയുന്ന കേസിൽ. ഇനി അതുപോലെ അടുത്ത കേസ് കൺസിഡർ ചെയ്യാം. ഓപ്പൺ 0 ഓപ്പൺ 2, അതായത് ഓപ്പൺ ഇന്റർവെൽ 0-2 കൺസിഡർ ചെയ്യാം. അപ്പൊ എന്താ സംഭവിക്കുക? ഇതും ഓപ്പൺ ആണ്, ഇതും ഓപ്പൺ ആണ്. 2 ഇൻക്ലൂഡഡ് അല്ല, 0യും ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? രണ്ടും പറയാൻ പറ്റില്ല. അബ്സല്യൂട്ട് മിനിമവും പറയാൻ പറ്റില്ല, അബ്സല്യൂട്ട് മാക്സിമവും പറയാൻ പറ്റില്ല. അത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം.